അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്കാണ് ആദ്യം പോകുന്നത്. മിഷൻ 2026 അമിത്ഷാ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ 20% വോട്ട് ശതമാനമാണ്, വോട്ട് ഷെയറാണ് നിലവിൽ BJPക്കുള്ളത്. ഇത് 25% ഉയർത്താൻ വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയാണ് അമിത്ഷാ. എങ്ങനെയാണ് അമിത്ഷായുടെ ഈ പ്രഖ്യാപനത്തെ CPM കാണുന്നത്, ഇടതുപക്ഷം കാണുന്നത്? നോക്കൂ നീലിമ, BJPക്ക് അല്ലെങ്കിൽ BJPയിലെ നേതാവായ അമിത്ഷായ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ നടത്താം. അദ്ദേഹം ആദ്യം പുത്തരിക്കണ്ടം മൈതാനത്ത് സംസാരിച്ചു തുടങ്ങിയത് ഇത് നാരായണ ഗുരുവിൻ്റെയും അതുപോലെ തന്നെ ആദിശങ്കരൻ്റെയും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളികളുടെയും നാടാണെന്നും അത് ആദ്യമേ അദ്ദേഹത്തിന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. കാരണം അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ കണ്ണൂരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരിച്ച് വിമാനത്താവളത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. BJP സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനാണ് അദ്ദേഹം തലസ്ഥാനത്തെത്തിയത്. അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് തന്നെ തിരികെ എത്തുകയാണ്. മിഷൻ 2026 പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. എങ്ങനെയാണ് ഇടതുപക്ഷം ഈ നീക്കത്തെ കാണുന്നത്, ഈ പ്രഖ്യാപനത്തെ കാണുന്നത്? പറഞ്ഞ പോലെ അദ്ദേഹം ആദ്യം തുടങ്ങിയതിനെ ശങ്കരാചാര്യയും നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അതുപോലെ തന്നെ അയ്യങ്കാളിയെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സമ്മേളനം തുടങ്ങിയത് തന്നെ. അത് തന്നെ തിരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതെന്ന് പറയുന്നത് ഈ കേരളം എന്ന് പറയുന്നത് ഈ മതനിരപേക്ഷത, അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതാണ് കാലാകാലങ്ങളിൽ നമ്മൾ പരിചരിച്ചു പോകുന്നത്. ഇവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്? 2026 ഇവിടെ BJP സർക്കാർ ഉണ്ടാക്കാം. അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അത് പറഞ്ഞു തന്നു. ആവട്ടെ, ഇവിടെ എന്ന് പറയുന്നത് BJP എന്ന് പറഞ്ഞാൽ ഇപ്പം സംഘപരിവാർ ശക്തി എന്നാലും അതേപോലെ തന്നെ മുസ്ലിം തീവ്രവാദ സംഘടന എന്നാലും ഒരേപോലെ എതിർക്കുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിൻ്റെ ഒരു പ്രത്യേക രീതി മനസ്സിലാക്കണം. BJPക്ക് അവർക്ക് കുറച്ച് വോട്ട് ഷെയർ കാണുമായിരിക്കും, പക്ഷേ ഒരു കാരണവശാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അവർക്ക് ഒരു നേട്ടവും കൊയ്യാൻ പറ്റില്ല നിലിവ. കാരണം ഈ കേരളത്തിൻ്റെ ഒരു പൊതുസ്വത്താണ് മതനിരപേക്ഷത. ഇവിടെ മുസൽമാനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഇടകലർന്ന് നിൽക്കുന്ന ഒരു നാടാണ്. ഇപ്പം അമിത്ഷായ്ക്ക് പോലും പറയും, അമിത്ഷാ ഇപ്പം പറയാനായിട്ട് ആസാമിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെല്ലാം പരിഹസിച്ചു തന്നു. ഇപ്പം ആസാമല്ല കേരളം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേരളത്തിൻ്റെ പ്രബുദ്ധതയും ത്രിപുരയോ അല്ല, ഞാൻ പറഞ്ഞല്ലോ ത്രിപുര, അപ്പോൾ ത്രിപുരയിലോ അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ത്രിപുരയിലൊക്കെ എങ്ങനെയാണ് വന്നത്? ത്രിപുരയിലൊക്കെ എന്ന് പറയുന്നത് ഇവരുടെ പൈസ മണി പവറല്ലേ അവിടെ കാണിച്ചിട്ടുള്ളത്, അല്ലാതെ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? അപ്പം തെക്കേ ഇപ്പം നേരത്തെ പറഞ്ഞ എന്താണ് ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ഞാൻ പറഞ്ഞ വടക്കൻ ഞാൻ പറഞ്ഞൊരു ഒഡീഷയിൽ എങ്ങനെയാണ് സംബന്ധിച്ചത്, അവിടുത്തെ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി. അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞ് ഇവരെ അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അത് തിരികെ ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി കാണും. ഒഡീഷയിൽ നവീൻ ഇവിടെ CPM കാണിച്ചു കൂട്ടിയത് പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് എന്ന് ഓർക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. തെരഞ്ഞെടുപ്പിൽ VS-നെ മുൻനിർത്തിക്കൊണ്ടാണ് പിണറായി ഭരണം പിടിച്ചത്. അത് താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും VS-നെ മുൻനിർത്തിക്കൊണ്ട് ഭരണം പിടിച്ചതാണ് പിണറായി വിജയൻ. അല്ല നീലിമ, ഞാൻ ഒരു കാര്യം, CPM-ന്റെ നേതാവാണ് VS-ഉം പിണറായിയും എല്ലാം. അപ്പം അവരെ മുൻനിർത്തി ഭരണം പിടിച്ചെങ്കിൽ എന്താ കുഴപ്പമെന്താ? സതീഷ് വസന്ത്, ഓരോ സംസ്ഥാനത്തും ഓരോ പ്രത്യേക സാഹചര്യമാണ്.
അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് അമിത്ഷായുടെ ഈ നീലിമ, മിഷൻ BJP 2026 എന്ന പ്രഖ്യാപനം അല്ല, നിങ്ങൾ ഒരു കാര്യം കൂടി വകവയ്ക്കുന്നില്ല, പറഞ്ഞേക്കാം. ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞേക്കാം. വകവയ്ക്കുന്നില്ല, കരുത്തില്ല ബിജെപിക്ക് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. അല്ല നിലിമ, അതൊന്ന് പറയട്ടെ. കേരളത്തിലെ ഒരു BJP കിട്ടിയ ഒരു MP ആണല്ലോ സുരേഷ് ഗോപി. അദ്ദേഹം അഭിനയിച്ച ജാനകി എന്നുള്ള സിനിമ ഇന്ന് സെൻസർ ബോർഡ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമല്ലോ. എന്താണ് ജാനകി V ആക്കി എന്ന കോടതിയിൽ ഇവർ അഫിഡവിറ്റ് എങ്ങനെ സെൻസർ ബോർഡ് കൊടുത്തത്? ഇത് ഹിന്ദുത്വത്തിൻ്റെ പേരിൽ. നാളെ എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ നായർ എന്നാണ്. അത് നാളെ പറയാൻ അത് ഭഗവാന്റെ പേരാണ്. അന്ന് സതീഷ് വസന്തിൻ്റെ അച്ഛൻ്റെ പേര് മാറ്റണമെന്ന് വെച്ചാൽ നടക്കുമോ നീലിമ? ഇതാണ് BJPയുടെ നയം. അതുകൊണ്ടാണ് കേരളത്തിലൊന്നും ക്ലച്ച് പിടിക്കാത്തത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അപ്പോൾ ബിജെപിക്ക് ഇവിടെ ഒരു ശക്തിയില്ല എന്നാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CPM-ന്റെ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച ഒരു പ്രമേയമുണ്ട്. BJP-യുടെ വളർച്ച, ഇവിടെ അങ്ങേയറ്റം BJP വളരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനമാണ് പ്രമേയം പാസാക്കിയത്. അഡ്വക്കേറ്റ് വസന്ത്, അല്ല ഞാൻ പറയാത്ത അത് തെറ്റാണ്. ഒരു പാർട്ടി വളരുമ്പോഴത്തേക്ക് അതൊക്കെ ഭരണം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ വെറും മണ്ടന്മാരിൽ നിങ്ങൾ വിചാരിക്കല്ലേ. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പാർലമെന്ററി ജനാധിപത്യ രീതിയിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്.